ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു പോത്ത് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ സിനിമാ നടനായ ജാഫർ ഇടുക്കി പിന്നെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ റെസിപ്പി. എല്ലാവരും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഷോർട്ടായാലും ഒക്കെ. അപ്പോൾ ഞാനും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനും കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഈ റെസിപ്പി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പം പോത്ത് വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ മല്ലിയും മുളകും ഇതുപോലെ ആവശ്യത്തിനുള്ളതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വലുതായിട്ട് ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർക്കത്തില്ല, സവാളയൊന്നും ചേർക്കത്തില്ല, തക്കാളി ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കിടിലൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വറുത്ത് വെച്ച മല്ലിയും മുളകും നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കിട്ട് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ വെണ്ണ പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോത്തിട്ട് കൊടുക്കാം. പോത്തിറച്ചി ബീഫ് എന്തായാലും അങ്ങനെ ഇട്ട് കൊടുക്കാം. ചില സ്ഥലത്ത് പോത്തും ബീഫും എല്ലാം ഒന്നായിരിക്കും, ചില സ്ഥലത്തും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി 2 അടപ്പ് വെളിച്ചെണ്ണ എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതായ നമ്മുടെ മല്ലിയും മുളകും അരച്ച് വെച്ചിട്ടല്ലേ വറുത്തത്, ആ കൂട്ട് നമുക്കിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ നമുക്കിത് കൈകൊണ്ടൊന്ന് നിരടി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഉപ്പും കൂടെ ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ തുടർന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വലിയ സ്നേഹം കേട്ടോ, വലിയ നന്ദി. തുടർന്ന് എല്ലാവരും കാണുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചതച്ചല്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ പോത്തിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ആ പാത്രം കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സമയമെടുത്ത് വേണം ഇത് ചെയ്യാൻ കേട്ടോ. കുറഞ്ഞതൊരു 50-55 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു എനിക്കിത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ. നമ്മൾ കുക്കറിലല്ലല്ലോ വെക്കുന്നത്, അപ്പോൾ 1 മണിക്കൂർ തന്നെ. അപ്പോൾ എന്തായാലും ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ വിറകടുപ്പിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചില്ല. അപ്പോൾ ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് തിള വന്നിട്ടുണ്ട് കണ്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ തീ അതുപോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ചിടുക. കുറഞ്ഞ തീയിലിരുന്ന് തിളച്ച് നല്ലപോലെ വെന്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്, ആ ഉപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഉള്ളിയുടെ അംശമേ കാണത്തില്ല കേട്ടോ. അതെല്ലാം നല്ല വെന്ത് അലിഞ്ഞങ്ങ് ചേരും. അത്ര ടേസ്റ്റായിട്ടോ ഈ കറി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ 1 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മൾ ഈ കുക്കറിലാകുമ്പോൾ നമ്മൾ ഒരു 6-7-8 വിസിൽ അല്ലെങ്കിൽ 10 വിസിൽ അടുപ്പിച്ച് അങ്ങ് എടുക്കുക. അതല്ല ഇത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, ഈ പരുവത്തിൽ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നു കേട്ടോ. ഒരുപാട് മസാല ഒന്നും ഇട്ടില്ല. ആ പഴയ കാലത്തിലൊക്കെ കഴിച്ചിരുന്നതാണ്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന ഒരു ഓർമ്മയൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രുചികരമായ, കാണാനും കഴിക്കാനും അടിപൊളിയായിട്ടുള്ള കപ്പയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിപ്പോൾ മാറ്റി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് താളിപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പം താളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലേക്കിപ്പോൾ ഒരു 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഇട്ട് മൂപ്പിച്ച് കൊടുക്കാം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉലുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ 3-4 ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1, 2, 3 തണ്ട് കറി ലീഫ് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. നല്ല അടിപൊളി സൂപ്പർ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഈ മണമെല്ലാം ഇതിനകത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കറി നമ്മൾ താളിപ്പ് ഒഴിച്ച ഉടനെ ഇളക്കിയെടുക്കുന്ന ആ ഒരു മണമൊന്നും അതിന് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു കറി, അടിപൊളിയായിട്ടുള്ള നല്ല പൂ പോലെ വെന്തിട്ടുമുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ നമ്മുടെ ഇപ്പം പ്രായമായ അപ്പനും അമ്മച്ചിയും അപ്പച്ചനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് കഴിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.